വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ഭേദഗതികൾ അഥവാ അമെൻമെൻറ്റുകളാണ്. ഇത് നമ്മൾ ഒരു വീഡിയോ ആയിട്ടല്ല 6-7 വീഡിയോസായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അമെൻമെൻറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നടന്ന പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ അഥവാ ഭേദഗതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തെ അമെൻമെൻറ്റ് ആക്ട്, ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1951 ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതിൽ ആദ്യം പറയുന്നത് എന്താണ്? എംപവർ ദ സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സോഷ്യലി എക്കോണമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് അതിൽ റിസർവേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബൽ കാറ്റഗറിക്ക് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലി ആൻഡ് എക്കോണമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതാണ് 1900 അമെൻമെൻറ്റ് ആക്ടിലെ ഒന്നാമത്തെ അമെൻമെൻറ്റ് ആക്ടിൻ്റെ പ്രത്യേകതകളിലൊന്ന്. 2 എന്ന് വിളിക്കുന്നത് എന്താണ്? പ്രൊവൈഡഡ് ഫോർ ദ സേവിങ് ഓഫ് ലോസ് പ്രൊവൈഡിങ് ദ അക്വിസിഷൻ ഓഫ് എസ്റ്റേറ്റ്സ് എക്സെട്ര. അതായത് എന്താണ്? ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ആഡഡ് ദ 9th ഷെഡ്യൂൾ ടു പ്രൊട്ടക്ട് ദ ലാൻഡ് റിഫോംസ് ആൻഡ് അതർ ലോസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോം ഓഫ് ദി ജുഡീഷ്യൽ റിവ്യൂ ആഫ്റ്റർ ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 31A, ആർട്ടിക്കിൾ 31B were inserted. അതായത് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു, അഥവാ മൗലികാവകാശമായിരുന്നു. പക്ഷേ നമുക്കറിയാം അന്ന് ഈ ജന്മി കുടിയാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജന്മിമാരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് നിലവിൽ കൊണ്ടുവരുന്നുണ്ട്? 9th ഷെഡ്യൂൾ നിലവിൽ കൊണ്ടുവരികയും കൂടാതെ ആർട്ടിക്കിൾ 31, 31A, 31B തുടങ്ങിയ 3 ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ആർട്ടിക്കിളുകളിൽ ഏറ്റവും എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാനുള്ള അവകാശമായിരുന്നു അത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നാമത്തെ അമെൻമെൻറ്റ് ആക്ടിൽ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? ഇനി കൂടാതെ പറയുന്നത് എന്താണ്? ആഡഡ് 3 more grounds ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതായത് നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇതൊരു ആബ്സല്യൂട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. അതായത് ഈ അവകാശം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിൻ്റേതായ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നാളെ ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനങ്ങൾക്കെതിരായിട്ട് സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. അങ്ങനെ സംസാരിച്ചാൽ തന്നെ അതെന്തായി മാറും? കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി മാറും, അല്ലേ? കോടതി അലക്ഷ്യമായി മാറും. അതേപോലെ തന്നെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ആ റെസ്ട്രിക്ഷനിൽ 3 കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി ചേർക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്താണ്? പബ്ലിക് ഓർഡർ. 2 എന്താണ്? ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ദ ഫോറിൻ സ്റ്റേറ്റ്സ് ആൻഡ് ഇൻസൈൻമെൻറ്റ് ടു ആൻ ഒഫൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി ചേർക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകതയാണ്. കൂടാതെ പ്രൊവൈഡഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ട്രേഡിംഗ് ആൻഡ് നാഷണലൈസേഷൻ ഓഫ് എനി ട്രേഡ് ഓർ ബിസിനസ് ബൈ ദി സ്റ്റേറ്റ് ഈസ് നോട്ട് ടു ബി ഇൻവാലിഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് വയലേഷൻ ഓഫ് ദി റൈറ്റ് ടു ട്രേഡ് ഓർ ബിസിനസ്. ഈ ഒരു ഭാഗം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? ഇനി രണ്ടാമത്തെ അമെൻമെൻറ്റ് ആക്ട് വരുന്ന 1952 വരുന്നത്. എന്താണ് പറയുന്നത്? ദ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ ലോക്സഭ were readjusted stating that one member can represent even more than 7.5 lakh people. നമുക്കറിയാം നമ്മുടെ ലോകസഭയിലൊക്കെയുള്ള MP-മാരെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യുവൻസി തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും
എത്ര ജനങ്ങളുണ്ട് എന്നുള്ള പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നൊരു നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു MP എത്ര ആളുകളെങ്കിലും റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കണം, മോർ ദാൻ 7.5 lakh പീപ്പിളിനെങ്കിലും എന്ത് ചെയ്യണം, റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയതാണ് 4th Amendment Act 1955. എന്താണ് 4th Amendment Act എന്ന് പറയുന്നത്? ഒന്ന്, മേഡ് ദ സ്കെയിൽ ഓഫ് കോമ്പൻസേഷൻ ഗീവ് ദ ലീവ് ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ബിയോണ്ട് ദ സ്ക്രൂട്ടണി ഓഫ് കോർട്ട്സ് എന്നാണ്. അതായത് എന്ത് ചെയ്യണം, ഉദാഹരണമായിട്ടൊരു സ്ഥലം ഏറ്റെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഓതറൈസ് ദ സ്റ്റേറ്റ് ടു നാഷണലൈസ് എനി ട്രേഡ്, ഏതൊരു ട്രേഡും എന്താണ് നാഷണലൈസ് ചെയ്യാനുള്ള അവകാശം ആർക്ക് കൊടുക്കുന്നു, സ്റ്റേറ്റ് അഥവാ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9th ഷെഡ്യൂൾ, അതായത് ഇന്ത്യയിലെ 9ാമത്തെ പട്ടികയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കുന്നു. കൂടാതെ ആർട്ടിക്കിൾ 31ൻ്റെ സ്കോപ്പ്, 31A സ്കോപ്പ്, 31A സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള അവകാശം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഏതിൻ്റെ പ്രത്യേകത എന്ന് വിളിക്കുന്നത്, 4th Amendment Actൻ്റെ എന്താണ് പ്രത്യേകത എന്ന് വിളിക്കുന്നത്. ആൻഡ് പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ അമെൻമെൻറ്റ് ആക്ട് എന്ന് വിളിക്കുന്നത് 7th Amendment Act ആണ്. 1956 എന്ത് ചെയ്യുന്നത്, 7th Amendment Act എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഈ അമെൻമെൻറ്റ് ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2nd ഷെഡ്യൂളും അതുപോലെ തന്നെ എന്താണ് 7th ഷെഡ്യൂളും അമെൻഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ഷെഡ്യൂളുകളാണ് 7th Amendment Actൽ അമെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്താണ് 2nd ഷെഡ്യൂളും അതുപോലെ തന്നെ എന്താണ് 7th ഷെഡ്യൂളും എന്ത് ചെയ്യുന്നുണ്ട്, അമെൻഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം ആദ്യകാലങ്ങളിൽ നമ്മൾ സംസ്ഥാനങ്ങളെ വേർതിരിച്ചിരുന്നത് പാർട്ട് A, പാർട്ട് B, പാർട്ട് C, പാർട്ട് D തുടങ്ങിയ രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് 1953 നിലവിൽ വന്ന ഫസൽ അലി കമ്മീഷൻ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാർട്ട് A, B, C, D എന്നുള്ള കൺസെപ്റ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും കൂടാതെ ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങൾക്കും 6 യൂണിയൻ ടെറിട്ടറീസിനും രൂപം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് ഫസൽ അലി കമ്മീഷൻ പറഞ്ഞ യൂണിയൻ ടെറിട്ടറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി നിലനിൽക്കാൻ കഴിവില്ലാത്ത സംസ്ഥാനങ്ങളെ യൂണിയൻ ടെറിട്ടറി ആക്കണം എന്നുള്ളതായിരുന്നു ഫസൽ അലി കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഏതും കൂടി നിലവിൽ വരുന്ന 6 യൂണിയൻ ടെറിട്ടറീസ് കൂടി നിലവിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ടു യൂണിയൻ ടെറിട്ടറീസ്, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിയൻ ടെറിട്ടറീസിലേക്ക്, നമുക്കറിയാം ഓരോ സംസ്ഥാനത്തിനാണ് ഹൈക്കോടതികൾ, ആ ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഏതിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, യൂണിയൻ ടെറിട്ടറീസിലേക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. കൂടാതെ 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു കോമൺ ഹൈക്കോർട്ട് മതി എന്നുള്ള നിയമം എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നതായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് പ്രൊവൈഡഡ് ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് അഡീഷണൽ ആക്ടിംഗ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് എന്നുള്ളൊരു പുതിയ പ്രൊവിഷനും, അതായത് എന്താണ് അഡീഷണൽ ആക്ടിംഗ് ജഡ്ജസിന് എന്ത് ചെയ്യുക, ഹൈക്കോർട്ടിൽ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രൊവിഷനും ഏതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇത് 10th Amendment Act 1961 എന്ത് ചെയ്യുന്നുണ്ട്, ദാദ്ര, നാഗർ, ഹാവേലി തുടങ്ങിയവ ഏതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു, ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി എന്ത് ചെയ്യുന്നുണ്ട്, ഭാഗമാക്കി മാറ്റുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ വീഡിയോയിൽ, അതായത് 1 മുതൽ 10 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ അമെൻമെൻറ്റുകളാണ് ആദ്യത്തെ വീഡിയോയിൽ എന്ത് ചെയ്തത്, നമ്മൾ നോക്കിയത്. ബാക്കിയുള്ള അമെൻമെൻറ്റ് ആക്റ്റുകളുമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി അമെൻമെൻറ്റ് ആക്റ്റുകളുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.